ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തൊരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണെച്ചാലും വൈജയന്തിയുടെ ദേഷ്യത്തിനോ അഹങ്കാരത്തിനോ ഒന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഏട്ടനായിട്ടുള്ള ഗംഗാധരൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും വൈജയന്തിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അലീന ബാലചന്ദ്രന്റെ മകളല്ല എന്നുള്ള സത്യം വൈജയന്തി തിരിച്ചറിയുന്നുണ്ട്. മകളല്ല, ഒരിക്കലും ബാലചന്ദ്രന്റെ മകളല്ല അലീന എന്ന് വൈജയന്തി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോഴും ബാലചന്ദ്രന്റെ രഹസ്യക്കാരിയാണ് അലീന എന്നുള്ള ഒരു വിചാരത്തിലാണ് വൈജയന്തി ഇരിക്കുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗംഗാധരന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും തുറന്നു പറയാൻ തയ്യാറാവാതെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഗംഗാധരനോട് വൈജയന്തി പറഞ്ഞത്, അലീന ഉള്ള വീട്ടിൽ ഞാൻ എന്തായാലും ഉണ്ടായിരിക്കില്ല. അതിപ്പോൾ ഇനി ബാലചന്ദ്രൻ്റെ ഭാര്യ എന്നുള്ള പദവി ഉപേക്ഷിക്കേണ്ടി വന്നിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മക്കളെ ഉപേക്ഷിക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. അലീന എന്നുള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും താമസിക്കില്ല. ഞാനും അവളും കൂടി ഒരു വീട്ടിൽ താമസിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം ആ കിടപ്പിൽ കൂടി വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ ആകെ നിസ്സഹായ അവസ്ഥയിലാണ് ഗംഗാധരൻ തിരിച്ചു പോകുന്നത്. വൈജയന്തി ഒരു പൊടിക്ക് താഴ്ന്നു കൊടുക്കുന്നില്ല. ബാലചന്ദ്രനും ഒത്തുപോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെന്താച്ചാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ താൻ എത്ര ഉപദേശിച്ചിട്ടും തൻ്റെ പെങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അലീന അവളുടെ മകളാണെന്നുള്ള കാര്യം പറയാൻ ഗംഗാധരന് നിർവാഹവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഗംഗാധരൻ തിരിച്ച് നീലഗിരിയിലേക്ക് പോകുന്നത്. വൈകാതെ തന്നെ ബാക്കിയുള്ള രണ്ടുപേരും തിരിച്ച് അവരവരുടേതായ ജോലികളിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അപ്പോഴും അലീന ആരാണെന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ മനു ഇറങ്ങിത്തിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനിയിപ്പോൾ ആൻറ്റിയുടെ വയ്യായികൾ മാറിക്കഴിഞ്ഞാൽ ആൻറ്റി എന്തായാലും വേറൊരു വീടെടുത്ത് താമസിക്കുക അല്ലെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധ്യത ഏറെ ആയതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് എന്തായാലും ഒരു സൂചന കൊടുക്കണം. താൻ ആരാണ്, അലീന ആരാണ് എന്നുള്ളൊരു സൂചന കൊടുക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ മനു ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ബബിത വലിയൊരു കുരുക്കിൽ ചെന്ന് ചാടുന്നുണ്ട്. അത് നമ്മുടെ ഹരിയുടെ കുരുക്കിലാണ്. ഹരി ബബിതേനെ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് കേട്ടോ. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ കഥ പറയാം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മനു എത്തുന്നുണ്ട് കേട്ടോ. അലീന അപ്പോഴും ബാലചന്ദ്രൻ്റെ വീട്ടിലുണ്ട്. ബാലചന്ദ്രൻ ഒരിക്കൽ പോലും വൈജയന്തിനെ പിന്നീട് കാണാൻ കയറിയിട്ടില്ല. വൈജയന്തിൻ്റെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൻ്റെ ബില്ലടക്കം സെറ്റിൽ ചെയ്യുന്നു എന്നല്ലാതെ വൈജയന്തിനെ ഒരിക്കൽ പോലും കാണാൻ ബാലചന്ദ്രൻ തയ്യാറാവുന്നില്ല കേട്ടോ. തന്നെ വഞ്ചിച്ച അവളെ ഇനി ഒരിക്കലും കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ എല്ലാവരോടും പറയുന്നത്. അങ്ങനെ മനു വരുന്നുണ്ട്. മനുവിന് പക്ഷേ വൈജയന്തിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ ഇപ്പം മനുവിനെ. കാരണം മനു അലീനയുടെ പക്ഷത്താണ്, ബാലചന്ദ്രൻ്റെ പക്ഷത്താണ്. തന്നോടൊരു സഹതാപം മനുവിനുണ്ടെന്നറിയാം. എന്നാലും മനു എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ മനുവിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും വൈജയന്തി തയ്യാറാവുന്നില്ല കേട്ടോ. എന്നിട്ട് മനു പറയുന്നുണ്ട്, ആൻറ്റി ഇപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, ആൻറ്റി എവിടേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാ പറയുന്നത്, എന്തായാലും കുറച്ച് ദിവസം കൂടി ഞാൻ ഇങ്ങനെ കിടക്കണ്ടേ, ഈ കിടപ്പ് ഞാൻ കിടക്കണ്ടേ. അപ്പൊ പിന്നെ എവിടേക്കാണെന്ന് വെച്ചാലും എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ അങ്കിളുമാരൊക്കെ എല്ലാ രീതിയിലും കോംപ്രമൈസ് ആയല്ലോ. ബാലചന്ദ്രൻ അങ്കിളുമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആന്റിക്ക് കടപ്പാട്ടൂരിക്ക് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അവിടെയാണെന്ന് ആന്റിനെ നോക്കാൻ അലീന ഉണ്ടായിരിക്കും. അല്ലാണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആന്റിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത് ആന്റിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഏറ്റവും നല്ലത് കടപ്പാട്ടൂരിക്ക് ചെല്ലുന്നത് തന്നെയാണ്. അലീന നന്നായിട്ട് ആൻറ്റീനെ നോക്കും. അതുകൊണ്ട് തന്നെ ആൻറ്റിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പറ്റും. അതല്ല, വാശിയും ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ആൻറ്റി ഈ കിടപ്പ് തന്നെ കുറേ കാലം കിടക്കേണ്ടി വരും എന്ന് മനു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി പറയുന്നുണ്ട്, നിനക്കല്ലെങ്കിലും അവളുടെ സുഖവിവരം അന്വേഷിക്കുക അല്ലെങ്കിൽ അവളെ പൊക്കി പറയാനാണല്ലോ നിനക്ക് എപ്പോഴും സമയം. നീ എപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ മക്കളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നീ എന്തറിഞ്ഞിട്ട് അവളെ ഇങ്ങനെ പൊക്കി പറയുന്ന, അല്ലെങ്കിൽ അവളുടെ പോസിറ്റീവ് കാര്യങ്ങൾ, അവളെ ഇങ്ങനെ അവളുടെ വലിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്നത് എന്തുകൊണ്ടാണ്? ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്നുള്ള വിചാരിച്ചിട്ടാണോ നിങ്ങളൊക്കെ പൊട്ടം കളിക്കുന്നത്? അയാൾ നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. അത് നിനക്കും മനസ്സിലായിട്ടില്ല, നിൻ്റെ അമ്മാവന്മാർക്കോ നിൻ്റെ അച്ഛനും മനസ്സിലായിട്ടില്ല. നീ എന്താ വിചാരിച്ചത് ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്നോ? ഒരിക്കലും അതിന് സാധ്യതയില്ല. ബാലചന്ദ്രൻ്റെ മകളാണ് അലീന എന്ന് പറഞ്ഞെന്ന് മണ്ടത്തരം വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ തയ്യാറുമല്ല.
അന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ആ ഒരു വിഷമത്തിലാണ് ഞാൻ കാറെടുത്ത് ഇറങ്ങിയത്. പിന്നെ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അലീനയെ പറ്റി ഞാൻ പലപ്പോഴും പല രീതിയിലും ഒരച്ഛന് സഹിക്കാൻ പറ്റാത്ത രീതിയിലടക്കം കുറ്റങ്ങളും കുറവുകളും അത്രയും ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ അവളെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു വാക്ക് പോലും മിണ്ടാതെ മൂളി നടന്ന ബാലചന്ദ്രന് പെട്ടെന്ന് എങ്ങനെയാണ് അലീന തൻ്റെ മകളാണെന്നുള്ള ഓർമ്മ വന്നത്? അപ്പോൾ അയാൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളാണ്. ഒക്കെ അയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വെറും കെട്ടുകഥകളാണ്. അല്ലാതെ അലീന ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല. അയാളുടെ രഹസ്യക്കാരിയാണ് അലീന. അത് എനിക്ക് മനസ്സിലായി. അങ്ങനെ അയാളും അവളും കൂടി നാടകം കളിക്കുക എല്ലാവരുടെ മുന്നിലും. ആ നാടകം കണ്ടുകൊണ്ട് ഞാൻ ഇനിയും കടപ്പാട്ടൂരേക്ക് തിരിച്ചു പോകണമെന്നാണോ നീ പറയുന്നത്? നിനക്ക് എങ്ങനെ അതിന് മനസ്സ് വരുന്നു? അല്ലെങ്കിലും ഇനി മകളാണെങ്കിൽ തന്നെ 23 വർഷം മുന്നേ അയാളെന്നെ ചതിക്കുകയല്ലേ ചെയ്തത്. ആ ചതിയിലുണ്ടായ മകളെയും കൊണ്ട് ആ വീട്ടിൽ താമസിപ്പിക്കാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അത് നീ കാണിച്ച് സമ്മതിക്കുമോ? ഇല്ലല്ലോ. ശരിയാണ് ആൻറ്റി. ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഇനി അങ്കിളിൻ്റെ മകള് തന്നെയാണ് അലീന എന്ന് തന്നെ അങ്കിള് പറയുന്നുണ്ടല്ലോ. അവൾ അച്ഛാന്നുമാണ് വിളിക്കുന്നത്. അങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ ആൻറ്റിക്കൊന്നും പറയാൻ പറ്റില്ല. കടപ്പാട്ടൂർ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ വീടാണ്. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻറ്റി അവളെ മകളായിട്ട് സ്വീകരിക്കുക, സ്നേഹിക്കുക. അലീനയ്ക്ക് എന്താ ഒരു കുറവ്? അലീന നിങ്ങളെല്ലാവരും നന്നായിട്ടല്ലേ നോക്കുന്നത്. അവൾ എന്തെങ്കിലും ഉപദ്രവം നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടോ? ആൻറ്റി പറയുന്നതൊക്കെ വായടച്ച് കേട്ട് നിൽക്കാന്നല്ലാതെ അവൾ എന്തെങ്കിലും തിരിച്ചു പറയാറുണ്ടോ? ഗതികെട്ട തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും ചില സന്ദർഭങ്ങളിൽ. അല്ലാതെ ആൻറ്റിക്ക് എന്തെങ്കിലും ഉപദ്രവം അവൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ബബിതയ്ക്കോ രോഹിത്തിനോ കൃഷ്ണമോൾക്കോ എന്തെങ്കിലും കുറവ് അവൾ വരുത്തിയിട്ടുണ്ടോ? മുത്തശ്ശിനെ എത്ര നന്നായിട്ട് അവൾ നോക്കിയിരുന്നത്. ഇതൊക്കെ പോരെ ആൻറ്റി. ആൻറ്റി വെറുതെ അവളെ തോണ്ടി തോണ്ടി അവളെ ഉപദ്രവിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നാലെ നടന്ന് ആൻറ്റി എത്ര അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പകരം അവൾ വീട്ടിൽ നിന്നാണോ ആൻറ്റി ഇപ്പോൾ വിചാരിക്കുന്നത്? അലീന അങ്ങനെ ഒരു പെണ്ണല്ല. ആൻറ്റി അവിടേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും നന്നായിട്ട് ആൻറ്റീനെ നോക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അവൾ നോക്കുമെന്ന് പറയുമ്പോൾ വൈജയന്തി പറയും അവൾ എന്നെ നോക്കണ്ട, അവൾ നോക്കിയിട്ട് എനിക്ക് എണീച്ച് നടക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരണ്ട എന്ന് ഉറപ്പിച്ച് വൈജയന്തി പറയാൻ കേട്ടോ. ആൻറ്റി ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. എന്തിനിങ്ങനെ അഹങ്കാരവും വാശി വെച്ച് നടക്കുന്നത്? ആൻറ്റിയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ ബാലചന്ദ്രൻ അങ്കിള് 23 വർഷം മുന്നേ ആൻറ്റീനെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ ആൻറ്റി പറഞ്ഞല്ലോ. ഇത്രയും കാലം അങ്കിള് ആൻറ്റീനെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ഇത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നോ? ആൻറ്റി ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ആൻറ്റിക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് ആൻറ്റിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാ കഥകളും എല്ലാവർക്കും അറിയാം. ഒരുവിധം എല്ലാവരും അതൊക്കെ അറിഞ്ഞും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആൻറ്റി വലിയ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറയാൻ നിൽക്കണ്ട. ആൻറ്റിക്ക് ആഗ്രയിൽ എന്തൊക്കെ സംഭവിച്ചു, അതിൻ്റെ ആൻറ്റിയുടെ പാസ്റ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആൻറ്റി കല്യാണത്തിന് മുൻപേ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിരുന്നു എന്നും ആ കുട്ടീനെ ഓർഫനേജിൽ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ ഞാനത് എങ്ങനെ അറിഞ്ഞു, അല്ലെങ്കിൽ എന്നോടത് ആര് പറഞ്ഞു എന്നൊന്നും ആൻറ്റി ആലോചിക്കേണ്ട. എനിക്കതൊക്കെ മുന്നേ അറിയുന്ന കാര്യങ്ങളാണ്. വേറെ ആരുമല്ല, എന്നോട് മുത്തച്ഛൻ തന്നെയാണ് അതൊക്കെ പറഞ്ഞിരുന്നതും. അപ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനുള്ള യോഗ്യത നമുക്കും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ആൻറ്റി ചിന്തിക്കണമായിരുന്നു. ആൻറ്റിക്ക് ബാലചന്ദ്രൻ അങ്കിളെ കുറ്റപ്പെടുത്താനോ ഉപദേശിക്കാനോ തിരുത്താനോ ഒന്നും ഒരു യോഗ്യതയില്ല. കാരണം ആൻറ്റി അതേപോലത്തെ തെറ്റുകൾ ചെയ്ത ആളാണ്. ആൻറ്റിയുടെ മകൾ ഇപ്പം മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു എന്നല്ല ആൻറ്റി വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതും കൂടി ആൻറ്റി തിരുത്തിക്കോളൂ. ആൻറ്റിയുടെ മകൾ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അന്ന് ആ സിറ്റുവേഷനിൽ ആൻറ്റി വേറൊരു വിവാഹത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് മുത്തശ്ശനും രാവുണ്ണിയമ്മാവനൊക്കെ അങ്ങനെ ഒരു നുണ പറഞ്ഞുണ്ടാക്കിയതാണ് ആൻറ്റിയുടെ മകൾ മരിച്ചുപോയി എന്ന്. ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ അവളിപ്പോഴും വളരുന്നുമുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഒരു പൊടിക്ക് അടങ്ങുന്നത് നന്നായിരിക്കും. അവൾ ഏത് നിമിഷം വേണമെച്ചാലും ആൻറ്റീനെ അന്വേഷിച്ച് തിരിച്ചു വരാം. ഇതെൻ്റെ അമ്മയാണെന്ന് വിളിച്ച് പറയാനും സാധ്യതയുണ്ട്. തെളിവുകൾ സഹിതം അവൾ ആൻറ്റിയുടെ അടുത്തേക്ക് വരാൻ സാധ്യതകൾ ഏറെയാണ്. അപ്പം ആൻറ്റിയുടെ മക്കളുടെ മുന്നിലൊക്കെ ആൻറ്റി നാണം കെട്ട് പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടെങ്കിൽ ആൻറ്റി ഒരു പൊടിക്ക് അടങ്ങുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇനിയും ബാലചന്ദ്രൻ്റെ അങ്കിളിനോട് ദേഷ്യവും വാശിയും കാണിക്കാനാണ് ആൻറ്റി തയ്യാറെടുത്തിരിക്കുന്നത്, ഒരു യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് ആൻറ്റി ഈ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുന്നതെങ്കിൽ എനിക്ക് പലതും പലരോടും പറയേണ്ടി വരും. ആൻറ്റീനെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൻറ്റീനെ ഭീഷണിപ്പെടുത്തുമോ ഒന്നുമല്ല. ആൻറ്റി എല്ലാം ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനും ശിക്ഷ വിധിക്കാനൊക്കെ. ആൻറ്റിയുടെ ഈ
നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീറും വാശിയും കാണിക്കുന്നതിന് ഇടയിൽ പെട്ടുപോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. കൃഷ്ണമോളുടെ കാര്യം വിട്ടേക്ക്, ബാക്കി രണ്ടുപേരും തല തിരിഞ്ഞു പോവുകയാണ്. ബബിത ഏതൊക്കെ വഴിക്ക് പോകുന്നതെന്ന് ബബിതയ്ക്ക് പോലും അറിയുന്നില്ല. രോഹിത് ഹരിയുടെ കൂടെ കൂടിയിട്ട് കൂട്ടുകെട്ടുകൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആൻറ്റി മനസ്സിലാക്കണം. കുട്ടികളാണ്, പല രീതിക്ക് പോയി കഴിഞ്ഞാൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ആൻറ്റിക്ക് പറ്റിയൊരു അബദ്ധം ബബിതയ്ക്ക് പറ്റരുത്. അതൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പലരും ക്ഷമിച്ചു കൊടുത്തേക്ക്. ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, ക്ഷമിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ 23 വർഷങ്ങൾ കഴിഞ്ഞില്ലേ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് കളയണം. ആൻറ്റീനെ ഉപദേശിക്കാൻ ഞാൻ ആരുമില്ല. എന്നേക്കാൾ ഏറെ ജീവിതം കണ്ടതാണ് ആൻറ്റി. ആൻറ്റിക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട് ഇഷ്ടം പോലെ. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആൻറ്റി ബാലചന്ദ്രൻ്റെ അങ്കിളിനോട് ക്ഷമിച്ച് ബാലചന്ദ്രൻ്റെ അങ്കിളിനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ യുദ്ധത്തിനോ അങ്ങളിനെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും തയ്യാറായിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം ഒരുവിധം നന്നായിട്ട് പോകും. ബാലചന്ദ്രൻ അങ്കിൾ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് എന്ത് സംഭവിക്കുമെന്ന് ആൻറ്റിക്ക് തന്നെ ഊഹിക്കാമല്ലോ. പിന്നെ ഒരാളുടെ മുന്നിലും ആൻറ്റിക്ക് അഹങ്കാരങ്ങളോ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. വൈജയന്തിന്ന് ഇത്ര നാളും ആൻറ്റി കൊണ്ടു നടന്ന ആ ക്യാരക്ടർ തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോകും. എല്ലാം ആൻറ്റിക്ക് ആലോചിക്കാം. ആൻറ്റിയുടെ കുടുംബമാണോ വലുത്, മക്കളാണോ വലുത്, ആൻറ്റിയുടെ വാശിയാണോ വലുതെന്ന് ആൻറ്റിക്ക് ആലോചിക്കാം. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു മനു ഇറങ്ങി പോകുന്നുണ്ട്. ഒരു ഇടിമിന്നലേറ്റ പോലെ അല്ലെങ്കിൽ ഒരു ഞെട്ടിത്തരിച്ചിട്ടാണ് ആ കിടന്ന കിടപ്പിൽ വൈജയന്തി അതെല്ലാം കേട്ട് തീർത്തത് കേട്ടോ. അത് വൈജയന്തിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ മകൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, തൻ്റെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ആ സത്യം മനു മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ആരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്നുള്ളൊരു പേടിയായി പിന്നീട് വൈജയന്തിയുടെ മുഖത്തും മനസ്സിലൊക്കെ കേട്ടോ. അപ്പോൾ ഒരു പൊടിക്ക് താഴ്ന്നു കൊടുക്കണോ എന്നുള്ള ചിന്തയൊക്കെ വൈജയന്തിയുടെ മനസ്സിലിങ്ങനെ ഓടി മറയുന്നുണ്ട്. പിന്നെ തൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ തനിക്ക് പറ്റിയ തെറ്റ് ബബിതയ്ക്ക് സംഭവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ബബിതയുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട്. ആകെ ഒരു പേടിച്ച് വിഷമിച്ചൊക്കെ കിടക്കുന്ന വൈജയന്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനു ഒരു സൂചന കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ബാക്കി ആർക്കും നൽകാൻ പറ്റാത്തൊരു സൂചന മനു നൽകുന്നുണ്ട് വൈജയന്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്. ഇത് വരാൻ പോകുന്നൊരു എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്